ജനറൽ ക്യാരക്ടറിസ്റ്റിക് ഓഫ് കറ്റാലിറ്റിക് റിയാക്ഷൻസ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല, കുറച്ച് ഭാഗങ്ങൾ മാത്രമേ നമ്മൾ എടുത്തിട്ടുണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ എന്താ പഠിച്ചത്? എന്തൊക്കെയാ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്? ഹോമോജനസ് കറ്റാലിസിസ് എന്താണ്, അതുപോലെ തന്നെ ഹെട്രോജനസ് കറ്റാലിസിസ്, പിന്നെ പോസിറ്റീവ് കറ്റാലിസിസ്, നെഗറ്റീവ് കറ്റാലിസിസ്, ഓട്ടോ കറ്റാലിസിസ്, ഇൻഡ്യൂസ്ഡ് കറ്റാലിസിസ്, ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കറ്റാലിസിസ് ആണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ നമ്മളൊരു കാര്യം ഈ ഒരു ഭാഗത്ത്, ഇതൊരു തിയറീസ് ആണ് ഇവിടെ പറയുന്നത്. കറ്റാലിസിസ് എന്ന് പറയുന്ന ആ ഒരു പാർട്ടില് തിയറീസ് ആണ് കൂടുതൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമ്മൾ എങ്ങനെ പഠിക്കേണ്ടതെന്ന് വെച്ചാല് ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടാണ് നമ്മൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളത്, ആ ഒരു ബേസിലാണ് നമ്മൾ പഠിച്ചു തുടങ്ങേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു ക്വസ്റ്റ്യൻ പറയാം. A catalyst which is in different phase from the components of the reaction for which it is acting is called. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. ഇനി ഇതിന്റെ ഓപ്ഷൻസ്: ഹോമോജിനസ് കറ്റാലിസിസ്, ഹെട്രോജിനസ് കറ്റാലിസിസ്, ഓട്ടോ കറ്റാലിസിസ് ആൻഡ് കോ കറ്റാലിസിസ്. അപ്പൊ എന്താണ് ഇതിന്റെ ആൻസർ വരിക? അപ്പൊ ഡിഫറെന്റ് ഫേസിലാണ് കമ്പോണൻസ് ഉള്ളത്. അപ്പോൾ ഏത് കാറ്റലിസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നത്. അപ്പൊ ഡിഫറെന്റ് ഫേസിലാണെങ്കിൽ ഏതായിരിക്കും കാറ്റലിസ്റ്റ്? ഹെട്രോജിനസ് കാറ്റലിസ്റ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഫസ്റ്റ് നോക്കിയിട്ട് ആണ് നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്, എക്സാമിന് എങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസാ വരുക എന്നൊക്കെ നോക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവും. ഹോമോജിനസും ഹെട്രോജിനസും അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ പഠിച്ചു വെക്കണം എന്നുള്ളത്. വേറൊരു എക്സാമ്പിൾ പറയാം. ദ ഡിസ്ട്രക്ഷൻ ഓഫ് അറ്റ്മോസ്ഫിയറിക് ഓസോൺ ഈസ് ഗുഡ് എക്സാമ്പിൾ ഓഫ് ഓപ്ഷൻ ഹോമോജിനസ് ആൻഡ് ഹെട്രോജിനസ്, ഓട്ടോ കറ്റാലിസിസ് ആൻഡ് എൻസൈമാറ്റിക് കറ്റാലിസിസ്. അപ്പോൾ ഈ ഓസോണിന്റെ ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഏത് ടൈപ്പ് കറ്റാലിസിസ് എന്നാണ് ചോദിക്കുന്നത്. ഏതായിരിക്കും? അപ്പൊ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഓസോണിന്റെ ഡിസ്ട്രക്ഷന്റെ ആ ഒരു ഇക്വേഷൻ ഒക്കെ മനസ്സിലാക്കി വെക്കണം. ക്ലോറോ ഫ്ലോറോ കാർബൺ ആണ് ഈ ഒരു ഓസോണിന്റെ ഡിസ്ട്രക്ഷന് കാരണമാവുന്നത്. അപ്പൊ ഓസോൺ എന്ന് പറയുന്നത് എന്താ? O3 ആണ്. അപ്പോൾ ഇതൊക്കെ എന്താണ്? റിയാക്ടൻസും കാറ്റലിസ്റ്റും ആൻഡ് ഈ ക്ലോറോ ഫ്ലൂറോ കാർബൺ ഇതൊക്കെ എന്താണ്? ഗേഷ്യസ് ഫേസിലാണ് ഉണ്ടാവുക. അപ്പൊ എന്താണ്? സെയിം ഫേസിലല്ലേ? അപ്പൊ സെയിം ഫേസിലാകുമ്പോൾ ഏത് ടൈപ്പ് കറ്റാലിസിസ് ആയിരിക്കും ഉണ്ടായിരിക്കുക? ഹോമോജിനസ് കറ്റാലിസിസ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പറഞ്ഞത് പോസിറ്റീവ്, നെഗറ്റീവ് ആൻഡ് ഓട്ടോ കറ്റാലിസിസ്. ഈ ഒരു പാർട്ട് ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ എങ്ങനെയാ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളതെന്ന് വെച്ചാല്, ഇപ്പോ പൊട്ടാസ്യം ക്ലോറൈറ്റിന്റെ ഡികമ്പോസിഷനിൽ മാംഗനീസ് ഡയോക്സൈഡ് ആണ് കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് ഏത് ടൈപ്പ് കറ്റാലിസിസ് ആണ്? സോ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാം. അപ്പൊ ഏതാണ് ആൻസർ ചെയ്യേണ്ടത്? പോസിറ്റീവ് കറ്റാലിസിസ് എന്നാണ് കേട്ടാ. ഇനി വേറൊരു ക്വസ്റ്റ്യൻ, ഇൻ ഹാബർ പ്രോസസ്സിൽ നൈട്രജൻ പ്ലസ് ഹൈഡ്രജൻ ഇൻ പ്രസൻസ് ഓഫ് അയേൺ അമോണിയ ഫോം ചെയ്യുന്നുണ്ട്. ആ ഒരു അമോണിയന്റെ മാനുഫാക്ചറിങ്ങിന്റെ ആ ഒരു പ്രോസസ്സിന്റെ പേരാണ് ഹാബർ പ്രോസസ് എന്ന് പറയുന്നത്. സോ ഇവിടെ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് ആണ് അയേൺ. ആൻഡ് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഇത് ഏത് ടൈപ്പ് കറ്റാലിസിസ് ആണ്? അപ്പോൾ ഓപ്ഷൻസ് ഉണ്ടാകാം: പോസിറ്റീവ് കറ്റാലിസിസ്, നെഗറ്റീവ് കറ്റാലിസിസ്, ഓട്ടോ കറ്റാലിസിസ് എന്നൊക്കെ അവിടെ ഓപ്ഷൻസ് ഉണ്ടാവാം. അപ്പൊ ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? പോസിറ്റീവ് കറ്റാലിസിസ് ആണ് കേട്ടോ. അതുപോലെ തന്നെ നെഗറ്റീവ് കറ്റാലിസിസും ചോദിക്കാം. ഫോർ എക്സാമ്പിൾ, ഓൺ ദ ഡീകമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ്
The acetanilide is used as a catalyst. And ഇത് ഏത് ടൈപ്പ് കറ്റാലിസിസ് ആണ്? ആൻഡ് വിച്ച് ടൈപ്പ് ഓഫ് കറ്റാലിസിസ് ഈസ് ദിസ്? അങ്ങനെയും ചോദിക്കാം. അപ്പൊ ഏതാണ്? ഇറ്റ് ഈസ് എ നെഗറ്റീവ് കറ്റാലിസിസ് എന്ന് പറയാം നമുക്ക്. ആൻഡ് വേറൊരു ക്വസ്റ്റ്യൻ ഈ ഓട്ടോ കറ്റാലിസിസിൽ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്സാലിക് ആസിഡിന്റെ ടൈട്രേഷൻ ടൈമിൽ നമ്മളിവിടെ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് KMnO4 ആണ്. അപ്പൊ KMnO4 is which type of catalyst? ഏതാ? ഓട്ടോ കാറ്റലിസ്റ്റ് എന്ന് പറയാം. And the phenomenon is known as autocatalysis. അപ്പോൾ ആദ്യം നമ്മൾ ഒരു കാര്യം പഠിക്കുമ്പം അവിടെ ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാമെന്നും കൂടി പഠിക്കണം. ആദ്യം ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയിട്ടാണ് ആ ഒരു കാര്യം നമ്മൾ പഠിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഈ പാർട്ടിൽ നിന്ന് ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ അധികവും നമുക്കൊരു എക്സാമ്പിൾ തന്നിട്ട് അത് ഏത് ടൈപ്പ് കറ്റാലിസിസ് എന്നൊക്കെയാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഇപ്പൊ ഞാൻ ഇതിന് മുന്നത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞില്ലേ, ഈ ഓസോണിന്റെ ഡിസ്ട്രക്ഷന്റെ ആ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഏത് ടൈപ്പ് കറ്റാലിസിസ് എന്നാണുള്ളത്? ഹോമോജിനസ്. അങ്ങനെ നമ്മൾ ഒരു എക്സാമ്പിൾ തന്നിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പൊ നമ്മൾ ഈ പഠിക്കുന്ന കാര്യത്തിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ കുറെ എക്സാമ്പിൾ ഈ ഒരു ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെല്ലാം കഴിയുന്നത് നമ്മൾ പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. അത് കൂടാണ്ടും നമുക്ക് പറ്റുന്ന റിയാക്ഷൻസ് ഒക്കെ പഠിക്കണം. ഏതിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇപ്പൊ ഒരു റിയാക്ഷൻ തന്നിട്ട് ഇത് ഏത് ടൈപ്പ് കറ്റാലിസിസ് ആണെന്ന് ചോദിക്കാം. ഓക്കെ അല്ലേ? അപ്പൊ ഇത്ര കാര്യങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായത്. ഇനി അടുത്ത പറയാനുള്ളത് ജനറൽ ക്യാരക്ടറിസ്റ്റിക് ഓഫ് കറ്റാലിറ്റിക് റിയാക്ഷൻസ് ആണ്. അപ്പൊ ഇതിലെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് കാറ്റലിസ്റ്റിന്റെ പ്രോപ്പർട്ടീസ്? ഫസ്റ്റ് വൺ എന്താ? കാറ്റലിസ്റ്റ് റിമെയിൻ അൺചേഞ്ച്ഡ് ആയിരിക്കും at the end of the reaction and it does not participate in the chemical reaction. Its only function എന്താണ്? It increase the rate of reaction. Okay. Then രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്താ? ക്യാരക്ടറിസ്റ്റിക്സ്. Only a small quantity of catalyst is generally needed. And third one, the catalyst does not alter the position of equilibrium in a reversible reaction. അതായത് കാറ്റലിസ്റ്റ് ആ ഒരു ഇക്വിലിബ്രിയം റിയാക്ഷനൊന്നും ഒരു ആൾട്ടറും ചെയ്യുന്നില്ല. Then catalyst do not initiate the reaction. അതായത് കാറ്റലിസ്റ്റിന്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാല് റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യുക എന്നതാണ്. അല്ലാതെ ഒരു റിയാക്ഷനെ ഇനീഷ്യേറ്റ് ചെയ്യുന്നില്ല കാറ്റലിസ്റ്റ്. ആൻഡ് അടുത്ത എന്താണ് പ്രോപ്പർട്ടി? കാറ്റലിസ്റ്റ് ഈസ് സ്പെസിഫിക് ഇൻ ഇറ്റ്സ് ആക്ഷൻ. അതായത് ഓരോ റിയാക്ഷനും ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള കാറ്റലിസ്റ്റ് ആണ് ഉള്ളത്. ദെൻ അടുത്ത പ്രോപ്പർട്ടി ആണ് കാറ്റലിസ്റ്റ് കാണ്ട് ആൾട്ടർ ദ നേച്ചർ ഓഫ് ദ പ്രോഡക്ട്സ് ഓഫ് റിയാക്ഷൻ. The combination of nitrogen and hydrogen under suitable condition result invariably in the formation of ammonia, whether a catalyst is added or not. Similarly, potassium chloride on decomposition gives potassium chloride and oxygen, whether manganese dioxide is added or not. എന്താ പറയുന്നത്? ഒരു റിയാക്ഷനില് റിയാക്ടൻസ് റിയാക്ട് ചെയ്തിട്ട് എന്ത് സംഭവിക്കും? പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോ പ്രൊഡക്ട്സിനെ ഒരിക്കലും ഓൾട്ടർ ചെയ്യുന്നില്ല കാറ്റലിസ്റ്റ് എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത് നൈട്രജനും ഹൈഡ്രജനും കമ്പൈൻ ചെയ്തിട്ട് അമോണിയ ഫോം ചെയ്യും ഹെബർ പ്രോസസ്സിൽ. സോ അവിടെ നമ്മൾ കാറ്റലിസ്റ്റ് ആയ അയൺ യൂസ് ചെയ്താലും ഇല്ലെങ്കിലും എന്താണ്? അമോണിയ ഫോം ചെയ്യും. ആൻഡ് അവിടുത്തെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റില് മാറ്റമൊന്നും ഉണ്ടാവുന്നില്ല. അതുപോലെ തന്നെ പൊട്ടാസ്യം ക്ലോറൈറ്റിന്റെ ഡികമ്പോസിഷനിൽ പൊട്ടാസ്യം ക്ലോറൈഡ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണ്? മാംഗനീസ് ഡയോക്സൈഡ്. സോ മാംഗനീസ് ഡയോക്സൈഡ് യൂസ് ചെയ്താലും ഇല്ലെങ്കിലും
പൊട്ടാസ്യം ക്ലോറൈറ്റ് ഡീകമ്പോസ് ചെയ്തിട്ട് പൊട്ടാസ്യം ക്ലോറൈഡ് തന്നെയാണ് ഉണ്ടാകുന്നത്. ഓക്കെ അല്ലേ? ബട്ട് ഇവിടെ ഒരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പഠിക്കുമ്പോൾ എക്സെപ്ഷണൽ കേസസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ എന്താ എക്സെപ്ഷൻ എന്ന് പറയുന്നത്? കാർബൺ മോണോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ combine to form methane or methyl alcohol or formaldehyde depending upon the nature of catalyst used. അതായത് നമ്മൾ പറഞ്ഞത് കാറ്റലിസ്റ്റ് ഒരിക്കലും ഒരു പ്രൊഡക്റ്റിന്റെ ഫോർമേഷനെ എഫക്ട് ചെയ്യുന്നില്ല എന്നാണ്. ബട്ട് ഇവിടെ എക്സെപ്ഷണൽ കേസ് എന്താ? കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് പ്രൊഡക്റ്റിലും മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നിക്കലാണ് കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് ഏതൊക്കെയാണ്? മീതേനും വാട്ടറുമാണ്. ദെൻ അതിന് പകരം സിങ്ക് ഓക്സൈഡും ക്രോമിയം ഓക്സൈഡും ആണ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലോ മെത്തനോൾ ആണ് പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നത്. ദെൻ കോപ്പർ ആണ് കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഫോം ചെയ്യുന്ന പ്രൊഡക്റ്റ് ഫോമാൽഡിഹൈഡ് ആണ്. അപ്പൊ കണ്ടോ ഡിഫറൻസസ്? അപ്പൊ ഇവിടെ ഡിഫറെന്റ് കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഡിഫറെന്റ് പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നുണ്ട്. സോ നമ്മൾ റിയാക്ടൻസ് ഒക്കെ സെയിം ആണ്. റിയാക്ടൻസ് സെയിം ആണ്. ഡിഫറെന്റ് കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഡിഫറെന്റ് പ്രൊഡക്റ്റ് ഫോം ചെയ്യും. സോ അതാണ് ഈ ഒരു പ്രോപ്പർട്ടീന്റെ ഒരു എക്സെപ്ഷണൽ കേസ് എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് catalyst never alter the nature of product of the reaction. It's true or false? ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാം. ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ളത്. കാറ്റലിസ്റ്റ് ഒരിക്കലും പ്രൊഡക്റ്റിന്റെ നാച്ചുറിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. ഇത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന്. എന്താ അപ്പൊ നമ്മൾ ആൻസർ ചെയ്യാം? ഫോൾസ് അല്ലേ? ഒരിക്കലും എഫക്റ്റ് ചെയ്യുന്നില്ല നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇവിടെ ഒരു എക്സെപ്ഷണൽ കേസ് വന്നില്ലേ? അപ്പൊ എന്താണത്? ഫോൾസ് ആണ്. സോ ഇങ്ങനെ ക്വസ്റ്റ്യൻ ഇവിടുന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ എക്സെപ്ഷണൽ കേസസ് നമ്മൾ കുറച്ചും കൂടി ഒരു സ്ട്രെസ് ചെയ്ത് പഠിക്കണം. ഓക്കെ, ഇനി അടുത്ത ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ആണ് ഒപ്റ്റിമം ടെമ്പറേച്ചർ. Every catalyst work properly at a definite temperature and which is known as optimum temperature, and on increase in the temperature activity of catalyst decreases due to change in physical state. അതായത് ഒരു കാറ്റലിസ്റ്റിന് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഒരു ഡെഫിനിറ്റ് ടെമ്പറേച്ചർ വേണം. അത് ഏത് ടെമ്പറേച്ചർ? ആ ടെമ്പറേച്ചറിനെ നമുക്ക് ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയാം. വെൻ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ കാറ്റലിസ്റ്റിന്റെ ആക്ടിവിറ്റി അവിടെ ഡിക്രീസ് ചെയ്യും. കാരണം കാറ്റലിസ്റ്റിന്റെ ഫിസിക്കൽ സ്റ്റേറ്റിൽ ചേഞ്ചസ് വരുന്നുണ്ട്. ഇനി അടുത്തതാണ് കറ്റാലിറ്റിക് ആക്ടിവേറ്റേഴ്സ് ഓർ പ്രൊമോട്ടേഴ്സ്. It has been found that the presence of some compound enhances the strength of catalyst. These compounds are called promoters or catalytic activators. For example, molybdenum works as a promoter for iron catalyst in Haber process. അതായത് നമുക്കറിയാം നൈട്രജനും ഹൈഡ്രജനും ചേർന്നിട്ടാണ് അമോണിയ ഫോം ചെയ്യുന്നത്. അപ്പൊ ഇവിടെ കാറ്റലിസ്റ്റ് ഏതാണ്? അയേൺ ആണ് കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോ ഈ അയേണിന്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ പ്രൊമോട്ടേഴ്സ് എന്ന് പറയാം. ഏതോ ആയിക്കോട്ടെ, അയേണിന്റെ മാത്രമല്ല പറയുന്നത്, ഏത് കാറ്റലിസ്റ്റിന്റെ ആയാലും അതിന്റെ പ്രോപ്പർട്ടീസ്, അതിന്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് എന്ത് പറയാ? പ്രൊമോട്ടേഴ്സ് എന്ന് പറയാം. ഈ ഹേബർ പ്രോസസ്സിൽ യൂസ് ചെയ്യുന്ന പ്രൊമോട്ടർ ഏതാ? മോളിബ്ഡിനം. സോ അത് ഓർമ്മിച്ച് വെക്കുക. ഇൻ ഹേബർ പ്രോസസ് iron is used as a catalyst and which is used as promoter. ക്വസ്റ്റ്യൻ വരാം, ഏതാണ്? മോളിബ്ഡിനം. ഓക്കെ അല്ലേ?
ഇനി അടുത്തത്, എ കാറ്റലിസ്റ്റ് ഈസ് പോയിസൺഡ് ബൈ സർട്ടൈൻ സബ്സ്റ്റൻസസ്. അപ്പൊ നമ്മൾ പ്രൊമോട്ടേഴ്സിനെ കുറിച്ച് പറഞ്ഞു. കാറ്റലിസ്റ്റിന്റെ ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നത്, കാറ്റലിസ്റ്റിന്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രൊമോട്ടേഴ്സ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ കാറ്റലിസ്റ്റിന്റെ ആ ഒരു സ്ട്രെങ്ത് ഡിക്രീസ് ചെയ്യുന്ന സബ്സ്റ്റൻസും ഉണ്ട്. അതിന് എന്ത് പറയും? കറ്റാലിറ്റിക് പോയിസൺസ് എന്ന് പറയും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളതാണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഹൗ ഡസ് എ കാറ്റലിസ്റ്റ് വർക്ക്? അതായത് നമ്മൾ ഇതിനു മുമ്പ് കാറ്റലിസ്റ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, അല്ല അതിന്റെ ജസ്റ്റ് ഒന്ന് തിയറി പാർട്ടായിരുന്നു പറഞ്ഞത്. കാറ്റലിസ്റ്റ് റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻക്രീസ് ആണ് ചെയ്യുന്നത്, സ്പീഡ് അപ്പ് ദ പ്രോസസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ബട്ട് എങ്ങനെയാണ് ഒരു കാറ്റലിസ്റ്റ് അത് വർക്ക് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി അടുത്ത പറയാനുള്ളത്, ഹൗ ഡസ് എ കാറ്റലിസ്റ്റ് വർക്ക്? അതിന്റെ വർക്കിംഗ് പ്രോസസ് എങ്ങനെയാണ് അതിന്റെ റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നത്, റിയാക്റ്റന്റ് എങ്ങനെയാണ് വേഗം പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇനി നമുക്ക് പറയാനുള്ളത്. The presence of a catalyst provide an alternative path with a lower energy barrier as shown in figure 5.10, and thus the energy of activation is lowered and hence a greater number of molecules can cross the barrier and change over to product. According to Arrhenius equation, K equal to AE raised to minus EA by RT. അപ്പോൾ Arrhenius equation ഒക്കെ നമുക്കറിയാം എന്താണ്, K equal to AE raised to minus EA by RT. ഇവിടെ A is the Arrhenius constant ആണ്, and EA is the activation energy ആണ് കേട്ടോ, and R is the gas constant, T is the temperature, K is the rate of reaction. അപ്പൊ എന്താ ഇവിടെ നടക്കുന്നത്? അപ്പൊ നമുക്ക് ഈ ഒരു പിക്ചർ ഫസ്റ്റ് നോക്കാം. ഇവിടെ റിയാക്ടന്റ് ഉണ്ട്, ഇവിടെ പ്രൊഡക്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ കാറ്റലിസ്റ്റ് യൂസ് ചെയ്യാത്ത ടൈമുള്ള ഒരു ഗ്രാഫാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇത്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത് ഹൈ ആണ്. ഇ എന്ന് പറയുന്നത് ആക്ടിവേഷൻ എനർജി ആണ് കേട്ടോ. ഇപ്പൊ റിയാക്ടന്റ് പ്രൊഡക്റ്റ് ആയിട്ട് മാറാനുള്ള ആ ഒരു എനർജി. സോ റിയാക്ടന്റ് പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നതിന് മുമ്പ് ഇവിടെ ഒരു ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആയിട്ട് ഫോം ചെയ്യും. അപ്പൊ അതിന്റെ എനർജിയാണ് ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത്. അതായത് ആക്ടിവേഷൻ എനർജി എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ എനർജി റിക്വയർഡ് ഫോർ ദ റിയാക്ടന്റ് ടു ഫോം പ്രൊഡക്റ്റ് ആയി മാറാനുള്ള ആ ഒരു എനർജി. അപ്പൊ ഇതിന് ഹൈ എനർജി ആയിരിക്കും. ആൻഡ് ഇൻ ദ പ്രസൻസ് ഓഫ് എ കാറ്റലിസ്റ്റ്, ഈ ഒരു കേർവ് നമുക്ക് നോക്കാം, ഇങ്ങനെ ഒരു കേർവ് കിട്ടും. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഇവിടെ ആക്ടിവേഷൻ എനർജി കുറവാണ്, ഇത്രയല്ലേ ആക്ടിവേഷൻ എനർജി വരുന്നുള്ളൂ. അപ്പൊ ഇവിടെ എനർജി കുറച്ചിട്ട് വേഗം പ്രോഡക്റ്റ് ആയിട്ട് മാറുക ചെയ്യുന്നത്, റിയാക്ടന്റ് വേഗം പ്രോഡക്റ്റ് ആയിട്ട് മാറും. സോ ഇവിടെ കാറ്റലിസ്റ്റിന്റെ ഒരു ഫങ്ഷൻ എന്താന്ന് വെച്ചാല് ഈ ആക്ടിവേഷൻ എനർജി കുറക്കുക ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് എന്താ സംഭവിക്കും അവിടെ? ദ എനർജി ഓഫ് ആക്ടിവേഷൻ ലോവേർഡ് and hence a greater number of molecule can cross the barrier and change over to product. ഇവിടെ ആക്ടിവേഷൻ എനർജി കുറക്കും കാറ്റലിസ്റ്റ്, ആൻഡ് ഗ്രേറ്റർ നമ്പർ ഓഫ് മോളിക്യൂൾസിന് ആ ബാരിയറിലൂടെ പാസ് ചെയ്യാൻ പറ്റും, എന്നിട്ട് റിയാക്ടന്റ് പ്രൊഡക്റ്റ് ആയിട്ട് മാറും. സോ അങ്ങനെയാണ് കാറ്റലിസ്റ്റ് റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്തിട്ട് റിയാക്ടന്റ് പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നത്, ആക്ടിവേഷൻ എനർജി കുറച്ചിട്ട് കേട്ടോ. അപ്പോ ഇവിടെ ഡെൽറ്റ ഇ എന്ന് പറയുന്നത് എന്താ?
ഡെൽറ്റ ഇ എന്ന് പറയുന്നത് ഇപി മൈനസ് ഇ ആർ, അതായത് പ്രൊഡക്റ്റിന്റെ എനർജി മൈനസ് റിയാക്റ്റന്റിന്റെ എനർജി. അപ്പോൾ കാറ്റലൈസ്ഡ് റിയാക്ഷൻ ആയാലും അൺകാറ്റലൈസ്ഡ് റിയാക്ഷൻ ആയാലും ഡെൽറ്റ ഇ എന്ന് പറയുന്നത് ആ ഒരു എനർജി ഡിഫറൻസ് സെയിം ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത നമുക്ക് പറയാനുള്ളത് ഈ ഒരു കറ്റാലിസിന്റെ മെക്കാനിസം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 2 തിയറീസ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ആ 2 തിയറീസ് ആണ് ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ട് തിയറിയും ദെൻ മോഡേൺ അഡ്സോർപ്ഷൻ തിയറിയും. സോ ഏതൊക്കെയാണ് ആ 2 തിയറീസ്? ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ട് തിയറിയും മോഡേൺ അഡ്സോർപ്ഷൻ തിയറി. അപ്പൊ തിയറീസ് ഓഫ് കറ്റാലിസിസ് എന്താ പറയുന്നത്? It is not possible to give a uniform explanation of the mechanism of the phenomenon of catalysis. A catalytic reactions are of varied nature. However, 2 broad theories of catalytic action have been proposed. The first theory, known as intermediate compound theory, and it successfully explained the homogeneous catalysis. And the second theory is the adsorption theory. It explains the heterogeneous catalysis. So, നമുക്കിവിടെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ട് തിയറി ഏത് ടൈപ്പ് കറ്റാലിസിസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ട് തിയറി എക്സ്പ്ലെയിൻസ് വിച്ച് ടൈപ്പ് ഓഫ് കറ്റാലിസിസ്? ഏതാ? ഹോമോജിനസ് കറ്റാലിസിസ് ആണ്. ഇനി അടുത്തത് മോഡേൺ അഡ്സോർപ്ഷൻ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഏത് കറ്റാലിസിസ് ആണ്? അങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ ഏതാ നമ്മൾ ആൻസർ ചെയ്യാ? ഹെട്രോജിനസ് കറ്റാലിസിസ് എന്ന്. ഓക്കെ, ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ട് തിയറി എന്താ പറയുന്നത് നോക്കാം. This theory was proposed by Clement and Domus in 1806. അപ്പോ ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ട് തിയറി ആരാ പ്രപ്പോസ് ചെയ്തത്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു എന്ന് വിചാരിക്കുക. ഹു പ്രപ്പോസ്ഡ് ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ട് തിയറി? അപ്പൊ നമ്മൾ ആൻസർ ചെയ്യേണ്ടത് ഏതാണ്? ക്ലെമന്റ് ആൻഡ് ഡെസോമസ്. ഓക്കെ, ആൻഡ് ഇയറും അവിടെ കൊടുത്തിട്ടുണ്ട് 1806 എന്നുള്ളത്. സോ അത് നമ്മൾ പഠിച്ചു വെക്കുക. According to this theory, the catalyst forms very reactive and unstable intermediate compound with a reactant. അപ്പൊ ആ ഒരു പേരിൽ നിന്ന് നമുക്ക് വ്യക്തമാകും ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ട് തിയറി എന്നുള്ളത്. അവിടെ എന്താണ്? ഒരു ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ട് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. ഏതൊക്കെ തമ്മിലുള്ളത്? റിയാക്റ്റന്റും കാറ്റലിസ്റ്റും തമ്മിൽ ഒരു ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ട് ഫോം ചെയ്യും. ആ ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ട് എന്തായിരിക്കും? അൺസ്റ്റേബിളും ഹൈലി റിയാക്റ്റീവ് ആയിരിക്കും. ഓക്കെ, and immediately react with the other reactant, yielding the product of the reaction and liberating the catalyst in its original chemical composition. ഒരു എക്സാമ്പിളിലൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. Then A plus B gives AB. So A എന്ന് പറയുന്ന ഒരു റിയാക്ടന്റ് ആൻഡ് B എന്ന് പറയുന്ന അതർ റിയാക്ടന്റ്. ഇത് രണ്ടും കൂടി റിയാക്ട് ചെയ്തിട്ട് AB എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഫോം ചെയ്തു. സോ ഇവിടെ കാറ്റലിസ്റ്റ് K ആണ്. ഇനി ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ട് തിയറി വെച്ചാല് എ എന്ന് പറയുന്ന റിയാക്ടന്റ് കാറ്റലിസ്റ്റുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഒരു ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ട് ആയ AK ഫോം ചെയ്യും. ദെൻ ഈ AK അതർ റിയാക്ടന്റ് ഇല്ലേ ബിയുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് AB പ്രൊഡക്റ്റും ദെൻ K കാറ്റലിസ്റ്റും ഫോം ചെയ്യും. ഇതൊരു സിമ്പിൾ തിയറി ആണ്. അപ്പോൾ ഈ ഒരു ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ട് തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഹോമോജിനസ് കറ്റാലിസിസ് ആണ്. അതായത് നമ്മുടെ റിയാക്ടന്റും കാറ്റലിസ്റ്റും, പ്രൊഡക്റ്റ് അല്ല, റിയാക്ടന്റും കാറ്റലിസ്റ്റും സെയിം ഫേസിലായിരിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ട് തിയറി പറയാൻ പറ്റും.
ഇവിടെ 2 എക്സാമ്പിൾസും കൊടുത്തിട്ടുണ്ട്. Catalytic action of nitric oxide in the manufacture of sulfuric acid by Chambers process. അതായത് ഈ ഒരു റിയാക്ഷൻ കൺസിഡർ ചെയ്യുക. ഇവിടെ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് നൈട്രിക് ഓക്സൈഡ് ആണ്. ആൻഡ് ദ റിയാക്ടന്റ് ഏതൊക്കെയാണ്? സൾഫർ ഡയോക്സൈഡും ഓക്സിജനും. അപ്പോ ഈ ഓക്സിജൻ കാറ്റലിസ്റ്റ് ആയ നൈട്രിക് ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് നൈട്രജൻ ഡയോക്സൈഡ് ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ട് ഫോം ചെയ്യും. ദെൻ ഈ നൈട്രജൻ ഡയോക്സൈഡ് സൾഫർ ഡയോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് സൾഫർ ട്രയോക്സൈഡും നൈട്രിക് ഓക്സൈഡും ഫോം ചെയ്യും. ഓക്കെ, സോ ഇതാണ് ഇതിന്റെ ഓവറോൾ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ഓവറോൾ റിയാക്ഷൻ ആണ് ഇത്. അതായത് സൾഫർ ഡയോക്സൈഡ് ഓക്സിജൻ പ്ലസ് NO ഗിവ്സ് സൾഫർ ട്രയോക്സൈഡ് പ്ലസ് നൈട്രിക് ഓക്സൈഡ്. അപ്പൊ ഈ ഓവറോൾ റിയാക്ഷൻ നടക്കുന്ന രീതിയാണ് ഇങ്ങനെ. ഒരു ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ട് ഫോം ചെയ്തിട്ടാണ് നമ്മുടെ പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നത്. വേറൊരു എക്സാമ്പിൾ ആണ് preparation of oxygen from KClO3 by heating in the presence of MnO2 probably takes place as. ഇവിടെ കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഏതാ? ഏതായിരിക്കും? മാംഗനീസ് ഡയോക്സൈഡ് ആണ് കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സോ KClO3 ഈ MnO2 ആയിട്ട് റിയാക്ട് ചെയ്തിട്ടാകുമ്പം KMnO4ഉം ഓക്സിജനും ക്ലോറിനും ഫോം ചെയ്യും. ഈ KMnO4 എന്തായിട്ട് ഏതുമായിട്ട് ആക്ട് ചെയ്യും? ക്ലോറിനുമായിട്ട് ആക്ട് ചെയ്തിട്ടാകുമ്പം പൊട്ടാസ്യം ക്ലോറൈഡും MnO2 ഓക്സിജനും ഉണ്ടാകും. നമ്മള് KClO3ന്റെ അകത്തുനിന്ന് ഓക്സിജൻ പ്രിപ്പയർ ചെയ്യുന്നത്. Quantity of chlorine is found with the oxygen and the residue is found to be pink colored. Only one quantity of Mn used. അപ്പൊ റെസിഡ്യൂ എന്ന് പറയാന്ന് വെച്ചാൽ KMnO4ന്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട്. ആൻഡ് നമ്മൾ ആദ്യം പറഞ്ഞു ഈ ഒരു ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ട് തിയറിക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. കാരണം ഇത് ഹോമോജീനിയസ് കറ്റാലിസിസ് മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഹോമോജീനിയസ് കറ്റാലിസിസ് എന്ന് വെച്ചാൽ എന്താ? സെയിം ഫേസിലുള്ള റിയാക്ടൻസും കാറ്റലിസ്റ്റും സെയിം ഫേസിലായിരിക്കും. അപ്പൊ ആ ഒരു കറ്റാലിസിസിൽ മാത്രമേ ഈ ഒരു ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ട് തിയറി പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഹെട്രോജനസ് കറ്റാലിസിസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മോഡേൺ അഡ്സോർപ്ഷൻ തിയറി വെച്ചിട്ടാണ് കേട്ടോ. ഏതാണ്? മോഡേൺ അഡ്സോർപ്ഷൻ തിയറി. മോഡേൺ അഡ്സോർപ്ഷൻ തിയറി എന്താ പറയുന്നത്? This theory mainly explains the of it. In the first step, most of reactants end on the surface and this in local concentration of reactant. അതായത് ഇവിടെ എന്താ സംഭവിക്കുന്ന വെച്ചാല് റിയാക്ടൻസ് ഫോർ എക്സാമ്പിൾ A and B അത് അബ്സോർബ് ചെയ്യപ്പെടും കാറ്റലിസ്റ്റിന്റെ സർഫസിൽ. Since the process absorption is exothermic, it decreases the value of activation energy. As these adsorbed molecules which are present on the active centers of the surface of catalyst react with atom of free. അതായത് റിയാക്ടൻസ് എയും ബിയും കാറ്റലിസ്റ്റിന്റെ സർഫസിൽ അബ്സോർബ് ചെയ്യപ്പെടും. അപ്പോ ഈ കാറ്റലിസ്റ്റിലുള്ള
ആറ്റത്തിന്റെ ഫ്രീ വാലൻസീസുമായിട്ട് ഈ റിയാക്റ്റൻസ് ഒരു ബോണ്ട് ഫോം ചെയ്യും, റിയാക്ട് ചെയ്യും. എന്നിട്ട് എന്ത് ഫോം ചെയ്യും? ഒരു അഡ്സോർബ്ഡ് ആക്ടിവേറ്റഡ് കോംപ്ലക്സ്, അതാണ് ABS എന്ന് കൊടുത്തിട്ടുള്ളത്. ഒരു അഡ്സോർബ്ഡ് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് അവിടെ ഫോം ചെയ്യും. ഓക്കെ, ദെൻ ഈ ഒരു അഡ്സോർബ്ഡ് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഡീകമ്പോസ് ചെയ്തിട്ട് എന്ത് സംഭവിക്കും? AB+S ആവും. എസ് എന്ന് പറയുന്നത് കാറ്റലിസ്റ്റ്, AB എന്ന് പറയുന്ന പ്രോഡക്റ്റ്. ഓക്കെ, അപ്പൊ ഇതിനെന്താ മോഡേൺ അഡ്സോർപ്ഷൻ തിയറി എന്ന് പറയാൻ കാരണം, ഇവിടെ കാറ്റലിസ്റ്റിന്റെ സർഫസിൽ റിയാക്ടന്റ് അഡ്സോർബ് ചെയ്യപ്പെടുക ചെയ്യുന്നത്. അപ്പൊ അഡ്സോർബ് ചെയ്യുമ്പോൾ കാറ്റലിസ്റ്റിലെ ഫ്രീ വാലൻസീസ് ഉള്ള ആറ്റംസുമായിട്ട് ഇത് ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യും, ഒരു കോംപ്ലക്സ് ഫോം ചെയ്യും, അഡ്സോർബ്ഡ് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഫോം ചെയ്യും. ഓക്കെ, ദെൻ ഈ ഒരു കോംപ്ലക്സ് ഡീകമ്പോസ് ചെയ്തിട്ട് നമ്മുടെ പ്രൊഡക്റ്റും കാറ്റലിസ്റ്റും ഉണ്ടാകും. ദെൻ എന്താ, ഈ റിലീസ് ചെയ്ത കാറ്റലിസ്റ്റ് അഗെയിൻ ഫസ്റ്റ് സ്റ്റെപ്പിൽ റിപ്പീറ്റ് ചെയ്യും, അവൈലബിൾ ആയിട്ട് ഉണ്ടാകും. അപ്പൊ നമ്മൾ പറഞ്ഞു ഫ്രീ വാലൻസീസിനെ പറ്റിയിട്ട്. അപ്പൊ എന്താ അത്? പിന്നെ വേറൊരു കാര്യം, ഈ മോഡേൺ അഡ്സോർപ്ഷൻ തിയറിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫൈനലി ഡിവൈഡഡ് ആയിട്ടുള്ള കാറ്റലിസ്റ്റ് ആണ്. അതിന് കാരണം ഈ ഫൈനലി ഡിവൈഡ് എന്ന് വെച്ചാൽ ഏറ്റവും ചെറിയ ചെറിയ സ്മോൾ ആയിട്ടുള്ള പാർട്ടിക്കിൾസ്. അത് കാരണം അങ്ങനെ ഉണ്ടാകുമ്പോൾ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യും, സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ ഫ്രീ വാലൻസീസ് ഓഫ് ആറ്റമും ഇൻക്രീസ് ചെയ്യും. അപ്പൊ എന്താണ്, റിയാക്ടന്റിന് മോർ റിയാക്ടൻസിന് ഈ ഒരു കാറ്റലിസ്റ്റുമായിട്ട് കോമ്പൗണ്ട് ഫോം ചെയ്യാൻ പറ്റും, ഒരു ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഫോം ചെയ്യാൻ പറ്റും, ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും. ഇവിടെ ഫോർ എക്സാമ്പിൾ നിക്കലിന്റെ ആണ് എടുത്തിട്ടുള്ളത്. നിക്കലിന് ഇപ്പൊ ഇവിടെ ഉള്ളത് എത്രയാ? 10 ഫ്രീ വാലൻസീസ്. ഏതൊക്കെയാണ്? 1, 2, 3, 4, 5, 6, 7, 8, 9 and 10. ഓക്കെ, ദെൻ നമ്മൾ ഫൈനലി ഡിവൈഡഡ് ആകുമ്പോൾ എന്താ, ഈ ഒരു ഫ്രീ വാലൻസീസ് ഇൻക്രീസ് ചെയ്തു. ഇവിടെ ഫ്രീ ആയിട്ടുള്ള വാലൻസീസ് എത്രയുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 13, 14, 15, 16, 17, 18. ഓക്കെ, അപ്പൊ എന്താ, നമ്മൾ ഫൈനലി ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ ഫ്രീ വാലൻസീസ് ഇൻക്രീസ് ചെയ്തിട്ടില്ലേ? അപ്പൊ ഈ ഫ്രീ വാലൻസീസ് ഒക്കെ ആയിട്ട് നമ്മൾ റിയാക്ടന്റിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ലേ? ആ ഒരു ഫ്രീ സൈറ്റിൽ അവിടെ ഓക്യുപ്പൈ ചെയ്യാൻ പറ്റില്ലേ റിയാക്ടൻസ്? അപ്പൊ അങ്ങനെ പറ്റും. അങ്ങനെ ആകുമ്പോൾ എന്ത് സംഭവിക്കും? വേഗം അത് പ്രൊഡക്റ്റ് ആയിട്ട് മാറാനുള്ള ചാൻസസ് കൂടും. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മൾ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് ഫൈനലി ഡിവൈഡഡ് കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത പറയാനുള്ളത് നമുക്ക് സിയോലൈറ്റിനെ പറ്റിയിട്ടാണ്. സിയോലൈറ്റ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഓക്സൈഡ് കാറ്റലിസ്റ്റ് ആണ്. സിയോലൈറ്റിന്റെ ഒരു ഭയങ്കര പോറസ് ആയിട്ടുള്ളത് മൈക്രോ പോറസ് ആണ്, അലൂമിനിയം സിലിക്കേറ്റ് ആണ്. അതിന്റെ ജനറൽ ഫോമുല എന്താ? AlO2SiO2Y. സോ ഈ ഒരു ഭാഗത്ത് സിയോലൈറ്റിന്റെ ജനറൽ ഫോമിന് ചോദിക്കാം ചാൻസ് ഉണ്ട്. And it is widely used in petrochemical industries for cracking of hydrocarbons and isomerization. Okay. Reactivity of zeolite depends on the size of cavities and pores present in them. അതായത് ഈ ഒരു സിയോലൈറ്റിന്റെ പ്രത്യേകത എന്താ വെച്ചാല് അതിൽ കുറെ കാവിറ്റീസ് ഉണ്ട്, കുറെ പോർസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ സിയോലൈറ്റിന്റെ റിയാക്ടിവിറ്റി. Shape selectivity is the most remarkable feature of zeolite catalysis.